എടുത്തോണ്ട് പോടാ അണ്ണ. ഇടിക്കല്ലേ ഇടിക്കല്ലേ, കളി മാറും. ഇടിക്കല്ലേ. കയറ്റത്ത് കൊണ്ട് നിർത്തിയിട്ട് ചവിട്ടി വിട്ടി കയറി വരുമ്പോൾ ഇടിക്കലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മോനെ. ഹലോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും അഗൈൻ വെൽക്കം ബാക്ക് ടു സ്റ്റിവേർഡ് ഗെയിമിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ കുറെ ദിവസമായി നമ്മൾ ഫോർസ ഹൊറൈസൺ ഒക്കെ കളിച്ചിട്ട്, അപ്പോൾ നമ്മുടെ ഇവിടെ ഇന്നുള്ളത് നമ്മുടെ സ്വന്തം ടോമണ്ണനാണ് ഗൈസ്. അപ്പോൾ ടോമണ്ണൻ ഞാനായിട്ടൊരു കിടിലൻ ഓഫ് റോഡ് പോകാനുള്ള പ്ലാനിലാണ്. അതും നമ്മുടെ ഈ കാട്ടിനകത്തുള്ളൊരു പ്രത്യേകതരം ഒരു സ്ഥലമുണ്ട് ഗൈസ്. അവിടെ അധികം വണ്ടിയൊക്കെ ഒന്നും കയറാൻ പറ്റാത്തൊരു സ്ഥലമാണ്, ഇച്ചിരി ഹിഡൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഗൈസ്. അവിടെയാണ് നമ്മൾ ഈ രണ്ട് വണ്ടികളും കൊണ്ട് പോകാൻ പോകുന്നത് ഗൈസ്. നമ്മളിരിക്കുന്ന വണ്ടി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സ്പെക്കും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. നമ്മളൊരു ബ്രോങ്കോനെ മോഡിഫൈ ചെയ്ത് ഇങ്ങനെ ആക്കിയിട്ടാണ് ഗൈസ്. അത്യാവശ്യം നമ്മളൊരു കിടിലൻ ഓഫ് റോഡ് സ്പെക്കിലോട്ട് നമ്മളെ വണ്ടി മാറ്റിയിട്ടുണ്ട് ഗൈസ്. ഞാൻ നമ്മളെ വണ്ടിയുടെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അതുപോലെ ഞാൻ കുറച്ചൊരു ഓടിച്ച് കാണിച്ചു തരാം ഗൈസ്. നൈസ് സാധനമാണിത്. ഓ, നമുക്ക് അത്യാവശ്യം ഏത് ടെറൈനിലൂടെ വേണമെങ്കിലും നമുക്ക് ഓടിച്ച് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ ഗൈസ് ഈ വണ്ടി. ഞാൻ ഒന്ന് ജമ്പ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ ഈ വണ്ടീനൊന്ന് ചാടിച്ച് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ലെറ്റ്സ് ഗോ. അതുപോലെ ബ്രേക്കിങ്ങും കാര്യങ്ങളൊക്കെ പൊളിയാണ് നമ്മളെ വണ്ടിയുടെ. ഒരു രക്ഷയില്ലാത്ത ബ്രേക്കിംഗ് ആണ് ഗൈസ്. കണ്ട വാടേനെയൊക്കെ നമുക്ക് ഇടിച്ചെറിയാൻ പറ്റും. അപ്പോ ഈ വണ്ടി വെച്ചിട്ടാണ്, ഈ രണ്ട് വണ്ടികളും വെച്ചിട്ടാണ് ഗൈസ് നമ്മൾ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. ടോമണ്ണം കണ്ട വണ്ടി കറക്കി എടുക്കുന്നത്, അതും കിടിലൻ വണ്ടിയാണ് ഗൈസ്. ഗൈസ് അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കില്ല, നേരെ നമുക്ക് ഞാൻ പറഞ്ഞ ഹിഡൻ പ്ലേസിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ ചാനൽ പുതിയതായിട്ട് വന്നിട്ടുള്ള എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കനൊക്കെ ഇടിച്ച് പൊട്ടിക്കുക. അപ്പോൾ വേറെ ഒന്നും പറയില്ല ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓടിവായോ അത്രേ ഉള്ളൂ. ഹാൻഡ് ബ്രേക്ക് ഇട്ട് കറക്ക്. ഏതാ എന്റെ വണ്ടിയുടെ കൂടെ നിന്റെ വണ്ടി പിടിച്ചു നിൽക്കൂല, അറിയാലോ എന്റെ വണ്ടി ഏതാ. അണ്ണാ ഇതിന്റെ പവർ അറിഞ്ഞുകൂടാണ്ടെന്ന്. അപ്പോ കണ്ടോണ്ടിരിക്കുന്നവര് പറഞ്ഞോ ഏത് വണ്ടിക്കാണ് പവർ കൂടുതലെന്ന്. ഇന്ന് അത്യാവശ്യം ഓഫ് റോഡ് അല്ലേ, എന്നൊക്കെ പറഞ്ഞാൽ വിളിച്ചോണ്ട് വന്നോട്ടെ. മൊത്തം പൊടിയാട്ടാ ഇവിടെ മൊത്തം പൊടിയാന്ന് കൈ. കണ്ട ഇതേപോലെയൊക്കെ പറ്റോ ഇതേപോലെയൊക്കെ. ഇമാതിരി സ്കിൽസ് ഒക്കെ വേണമെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി. ഒരു സെക്കൻഡ് പതിയെ പോയത് എവിടെ പോണേ അണ്ണാ? ഇതൊക്കെ പതിയെ ഇറങ്ങി പോണ. അയ്യോ കേറുന്നില്ല. എന്റെ വണ്ടി പുല്ല് പോലെ കയറും കേട്ടാ. എന്റെ വണ്ടി കേറുന്നത് ഇങ്ങനെ വലിക്കേണ്ട കാര്യമൊന്നുമില്ല. കണ്ടാ എന്റെ വണ്ടി കയറുന്നുണ്ട. എന്റെ വണ്ടി ബ്രോങ്കോ ഗൈസ്. ഓടിയോ ലൈറ്റ് എല്ലാം ഓഫ് ആണോ? ബമ്പർ ഇല്ലല്ലോ, പിന്നെന്താ എവിടെ നിന്ന് ബമ്പർ തട്ടുന്നേ? എന്റെ വണ്ടിക്ക് ബാക്കിൽ ഒരു വലിയ സംഭവം ഇങ്ങനെ നീണ്ടു കടപ്പുണ്ട്, മറ്റേ ഗ്രില്ലൊക്കെ അടിച്ചിട്ട്. ആ സംഭവമാണ് കൈ തട്ടി കളിക്കണേ. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. രണ്ട് ടയർ വെക്കാനാണെന്ന് തോന്നുന്നു അവന്മാർ ആ സാധനം കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ പേടിക്കല്ലാണോ അണ്ണൻ ആദ്യമായിട്ടാണ് കേട്ടാ കൈസ് ഇവിടെ. അണ്ണാ ഒന്ന് പതിയപ്പോ ഞാനും വരുന്നു. ഞാൻ എഴഞ്ഞഴഞ്ഞാ പോകുന്നു കണ്ടോ. ഫോർ വീലൊക്കെ ഇട്ട് പതിയെ നിരങ്ങി നീയൊക്കെ പോകുന്നു. നിന്നെ കണക്ക് സ്ലോലി എവിടെ കാണുന്നില്ലല്ലോ. ഞാനുണ്ട്, പിറകെയുണ്ട്. നമ്മളങ്ങനെ തീരെ പിറകെ ഒന്നും ആകത്തൊന്നുമില്ല കേട്ടാ. ഒരു പുഷ് വേണ്ട. എനിക്ക് ഞാൻ പയ്യെ തട്ടാം. ചെറിയൊരു പുഷ്. അത് കേറില്ല. കേറുന്നുണ്ടല്ലോ. കേറൊക്കെ ചെയ്യും. പിന്നെ എനിക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് തള്ളി തരാം. ഇനി എന്നെ ആരെടുക്കുമെന്നാ ഞാൻ നോക്കണേ. അണ്ണാ ഞാൻ കുടുങ്ങി ഇവിടെ. വേണ്ട നമുക്കാരെയും ഹെൽപ്പൊന്നും വേണ്ട. നമ്മള് കയറി വരും. കണ്ടാ ആവശ്യം കഴിഞ്ഞപ്പോ നമ്മള് ഇതുവഴി കയറിക്കോ. റൈറ്റ് കയറി ലെഫ്റ്റ്. അവിടെ നിന്ന് തന്നെ അങ്ങോട്ട് തന്നെ പൊക്കോ. പതിയെ നോക്കി വരണം. എന്റെ വണ്ടിന്റെ ബാക്കാണ് ഇടിക്കണേ കൂടുതലും. അണ്ണാ എന്റെ ബാക്കിൽ മറ്റേ എന്താ പറയാ നമ്മളെ അതാ ഇതിന് വീതിയും ഉണ്ട് നീളവും ഉണ്ട്. അങ്ങനത്തെ ഒരു വണ്ടി. എന്തിനും എന്റെ വണ്ടിയുടെ ബാക്ക് കാണാനാ? വാ കേറി വാ. ബായ ഏത് ബാക്കാണ് ഇരിക്കണേന്ന് എക്സോസ്റ്റ് നോട്ട് കണ്ടാ ഗൈസ് വണ്ടീന്റെ. ഇതുവഴിയൊക്കെ തന്നെ വാ. ഇത് ഞാൻ നേരത്തെ പോയിട്ടുള്ള റൂട്ടാ. ഇവരെ വിശ്വസിച്ചാണ് ഗൈസ് നമ്മള് പോകുന്നത്. ഇവൻ നമ്മളെ കൊല്ലം കൊണ്ടുപോകണം. ചെറിയ സംശയം ഉണ്ടോ നമുക്ക്? അണ്ണ ഒട്ടും പേടിക്കണ്ട. കറക്റ്റ് സ്ഥലത്താണ് നിങ്ങൾ വന്നിട്ടുള്ളത്. കാരണം ഈ വഴിയൊക്കെ എനിക്ക് പച്ച വെള്ളം പോലെ അറിയാം. ഞാൻ ഇതുവഴി
ഫ്രണ്ട് കിടന്ന് നിരങ്ങുന്ന ഞാൻ കാണുന്നുണ്ട്. കേറി വാ. വെള്ളവും അതൊക്കെ കേറി അണ്ണാ. എന്ത് മനുഷ്യനാടാ ഇങ്ങേരി. ഇടിക്കല്ലേ. ഒരു ചെറിയ സഹായം. ഇങ്ങനെ സഹായിക്കണ്ട, പതിയെ വന്നാ മതി, മനസ്സിലായില്ലേ? ഇനി നമ്മൾ അവനെ സഹായിക്കുന്ന പരിപാടി വേണ്ട, അവൻ പതിയെ വന്ന് മൂക്കും കുത്തിപ്പിച്ച ഞാൻ സഹായിക്കണോ? വേണ്ട, എടുത്തോണ്ട് പോടാ. അണ്ണ ഇതിങ്ങനെ എടുത്താ പിടിച്ചെന്ന് പറഞ്ഞ് നടക്കത്തില്ല. ക്ഷമ വേണം ഇതിന്. നമ്മള് റേസിനല്ല വന്നിക്കണേ, ഓഫ് റോഡ് ചെയ്യാനാ. അല്ല പിടിച്ചിരുന്നോ സംഭവിക്കാം. ഇവനെ വിശ്വസിച്ചാണെങ്കിൽ അണ്ണനൊന്നും പേടിക്കണ്ട. അണ്ണൻ ഇതുവരെ പോവാത്ത അത്ര സേഫ് ആയിട്ടുള്ള റോഡിൽ കൂടെ ആയിരിക്കും അണ്ണൻ പോവാൻ പോണേ. നിക്ക് എന്തറിയാ കേറാത്തെ? കേറി വാ. വേണ്ട, തള്ളല്ലേ, തുടല്ലേ വണ്ടിയില്. അണ്ണ ഇടിക്കല്ലോ. പിന്നെ ഇപ്പൊ മുത്തം പറ്റിയാണോ? പതിയാ. നല്ലൊരു ചായക്കട ഉണ്ടല്ലോ, ചായ കുടിച്ചാലോ? എന്നാ കുടിച്ചിട്ട് വാ പയ്യെ. ഇറക്കത്ത് കൊണ്ട് നിർത്തിയിട്ട് അതേതാ വണ്ടി? ഇത് ജീപ്പ് ടെയിൽ ഗേറ്റർ. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ഫ്രണ്ടിന്നോ. നിങ്ങൾക്ക് ഒട്ടും ക്ഷമയില്ല. പൊക്കോ. ഇനി ഞാൻ ഇടിച്ചേരാം. അതേ ബാക്കിൽ പോയി കഴിഞ്ഞാൽ 100-110 ഇപ്പൊ ഒരു നമുക്ക് കാണാം. മരത്തിന്റെ മണ്ടേ നോക്കണം. അത് നമുക്ക് കാണാട്ടാ. എന്താ അത്യാവശ്യം ഇടുക്കാച്ചി ഓഫ് റോഡ് ഏരിയ കൂടെ നമ്മുടെ വണ്ടി പുല്ല് കിടന്ന് കയറി പോകുന്നുണ്ട്. ബ്രോങ്കോ എന്ന് പറഞ്ഞൊരു സാധനം പുറകെ വരുന്നുണ്ട്. കേറുന്നില്ല അളിയ. കല്ലിന്റെ മണ്ടയിരിക്കുന്ന ആടെങ്കിൽ നോക്കിയോ, ആ കല്ലിന്റെ മണ്ടയിൽ പോയിരുന്ന ആടാൻ ചാൻസ് ഉണ്ട്. ഞാൻ കേറും, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ കേറും. കണ്ടാ, ഇതല്ല കൈ ഇങ്ങോട്ട് ചെല്ലട്ടെ. ഒന്ന് പേടിപ്പിച്ചാലോ അണ്ണനെ? ഇത് എന്റെ വണ്ടി ചാടിച്ചാടി വരും കേട്ടാ മനുഷ്യ. കണ്ടാ, ചുമ്മാ ചാടി. പണിയ ഈ ബാക്കിൽ എന്തിനാണ് ഇത്ര നീളമൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. എങ്ങനെ നീളം ഈ സാധനത്തിന്? ജീപ്പ് റുബിക്കോണാണ് ഇഷ്ടം അതോ ബ്രോങ്കോ ആണ് ഇഷ്ടം? കമന്റ് ബോക്സിൽ പറയാം. അവര് ബ്രോങ്കോയെ പറയൂ. ഇതിന്റെ ലുക്ക് കണ്ടാ? ഒരു കിട്ടിയില്ല. റുബിക്കോ ഫ്രണ്ടിൽ എത്ര ലൈറ്റ് ഉണ്ട് കണ്ടാ? അയ്യോ, നിങ്ങളെ വണ്ടിയില് രാത്രി നമ്മളാണല്ലോ സ്ട്രീറ്റ് പോക്കോ. ആ ചോപ്പ് റോപ്പ് ആണ്, എന്നാ ആ റൂട്ട് അങ്ങ് കയറി പോക്കോ, കുഴപ്പമൊന്നുമില്ല. വഴി അറിയാതെ നീ പോകുന്നതായിരിക്കും ആരോഗ്യത്തിന് നല്ലത്. അന്ന് എന്നെ ഇടിക്കാനല്ലേ പിറകെ കിടന്നിട്ട്? ഞാൻ അങ്ങനെ ഇരിക്കുള്ളൂ, ഞാൻ ചെയ്യൂ. ഓളിയോ അയ്യോ, തൊട്ട് പുറകെ അണ്ണ ഒട്ടും പേടിക്കണ്ട. ഞാൻ പതിയാണോ ഒന്ന് നമ്മളെ ബാക്കി കൊണ്ട് ചിടിച്ചിട്ട് പറയാ, നമ്മളെ നമ്മുടെ ബാക്കി കൊണ്ട് ചിടിക്കുന്നത് ഫ്രണ്ടിൽ പോകുന്നത്. ഇതാണ് കുഴപ്പം. ഫസ്റ്റ് ഗിയർ ഞാനിവിടെ ഗിയറേ മാറ്റിയിട്ടില്ല. ആഹാ, വെള്ളത്തിന്റെ മണ്ടേക്കൂടെയൊക്കെ ചാടി എനിക്ക് തോന്നുന്നു ഇന്ന് അവൻ രാവിലെ കുളിച്ചില്ലാണ്ട്. ആ കിടില റോഡല്ലേ അണ്ണ ഇത്. ഇടയ്ക്കിടയ്ക്ക് പൊടി വരും, ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വെള്ളം വരും. അപ്പൊ നമ്മൾ പൊടി കൊണ്ട് വരുമ്പോഴത്തേക്കും വെള്ളം നിറഞ്ഞ് വെള്ളം മാറും, മനസ്സിലായ? എന്റെ വണ്ടി പുല്ലുപോലെ കയറി പോകുന്നുണ്ട് കേട്ടോ, ഒട്ടും സ്ട്രഗിളിംഗ് ഇല്ല കേട്ടാ. പക്ഷെ ഈ ബാക്കില് വലിയ റോഡ് ഉണ്ടെങ്കിൽ കൊണ്ടുവരാനാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടിയ പതിയവാ. ഞാനിവിടെ ഉണ്ട്. ഒരു ചെറിയ കുശിയരാവോ? ആ വണ്ടി ഇതിനെക്കാട്ടും കേറി പോകുന്നുണ്ടല്ലോ നൈസായിട്ട്. ഇതാ ഞാൻ തള്ളി തരാത്ത. എങ്ങോട്ടാണ് പോകുന്നത് യാതൊരു ഐഡിയ ഇല്ല കേട്ടോ. കൊണ്ടുപോകുന്നുണ്ട്. ഇതിന്റെ അവസാനം എനിക്കും അറിയത്തില്ല കേട്ടാ. ഒരു പ്രശ്നമുള്ള റോഡുണ്ട് അങ്ങ് എത്തുമ്പോഴത്തേക്കും. ആറാ ഇവിടെ തടിയൊക്കെ കൊണ്ടിട്ട്. ഞാനല്ല, അണ്ണന്റെ വണ്ടി ഇതൊന്നും കണ്ടില്ലേ? എന്റെ വണ്ടിയുടെ ബാക്കിലൊക്കെ ലൈറ്റ് ഉണ്ട് കേട്ടാ. ഇറക്കമാണ്. നമ്മളെ വണ്ടി അങ്ങനെ വിടത്തില്ല അണ്ണാ. ലെഫ്റ്റ് അതുവഴി ഞാൻ കയറി പോക്കോ.
ടയർ പിടിക്കുന്നില്ല. ഞാൻ തള്ളിത്തരണോ? വേണമെങ്കിൽ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യാം. അങ്ങോട്ടല്ല. അതെനിക്കറിയാം, പക്ഷെ വണ്ടി ഇത് എങ്ങോട്ടാണ് കേറിപ്പോണേ? ചെറിയ പുഷ് വരാമോ? പിന്നെന്താ, ഇത്രയും മതിയാ? അളിയാ, ഇനി എന്നെ ആര് കയറ്റി വരാത്തിന്ന്? പുഷ് വരാൻ പറഞ്ഞിട്ട് ഇനി ഞാൻ പറയുന്നത് നിനക്ക് ചെറിയ പുഷ് വെയിറ്റ് ചെയ്യേ. അണ്ണാ വേണ്ട. ഇല്ല, ഞാൻ വന്നാ മതിയാ? എനിക്ക് വെയിറ്റ് ഞാൻ ഹെൽപ്പ് ചെയ്യാം. ചെറുതായിട്ട് ഒരു പൊട്ടിക്ക് ശവം വരുന്നതിന് മുമ്പ് വണ്ടി. അണ്ണാ, ഞാനൊരു കാര്യം പറയട്ടാ, ഇനി വണ്ടി തമ്മിൽ ഇടിക്കാൻ പറ്റത്തില്ല. ഇടിക്കണ്ട, റിയൽ ആയിട്ട് കൊണ്ടുപോകണം നമുക്ക്, മനസ്സിലായോ? നമ്മൾ ഒരുമാതിരി ചുമ്മാ നടന്ന് തല്ലുണ്ടാക്കുക. പിന്നല്ല, ഇവിടെ ചർക്കല്ലേ, പായലുള്ള സ്ഥലമാണ്, നമുക്ക് നോക്കി ഇറങ്ങണം, മനസ്സിലായില്ലേ? നമ്മളെ വണ്ടിക്ക് ട്രാക്ഷൻ കൺട്രോളും ABS എല്ലാം ഉണ്ട്, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. അണ്ണന്റെ ഒരു പാട്ട വണ്ടി ഉണ്ടായിരുന്നു, കാണാൻ ചാൻസില്ല. എങ്ങോട്ട് പോണേ? ഇറക്കം ഇവിടുന്ന് താഴോട്ട് റൈറ്റ് ആന്ന് മനുഷ്യ. ഓക്കെ. ആ, എല്ലാം ഇടിച്ചു പൊളിച്ച് നേരെ. ഓക്കെ. ഇനി തൊട്ട് ഞാൻ ഫ്രണ്ടിൽ പോവാട്ടാ. ഈ വണ്ടി വളയുന്നുണ്ടോ അവിടെ? ശരിക്കും പറഞ്ഞ ഇവിടുത്തെ വെള്ളച്ചാട്ടം നോക്കിയേ, കിടില സ്പോട്ട്. വീണ്ടും വീണോ? എനിക്ക് വയ്യ. അയ്യോ, എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ലേ ഈ വെള്ളം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് റൂട്ട് എങ്ങോട്ടാണെന്ന്. ഓക്കെ, ഞാനിതാ വന്നിട്ടുണ്ട്, നോക്കിപ്പോട്ടാ. പാലത്തിനകത്ത് യൂട്ടേൺ ഉണ്ടാക്കി വെച്ചേക്കുന്നു. എന്റെ വണ്ടിക്ക് ഇച്ചിരി സൈസ് ഉണ്ടായി, അതുകൊണ്ട് പെട്ടെന്നൊന്നും വളഞ്ഞു വരത്തില്ല ഈ സാധനം ഒന്നും. ആ, എനിക്ക് ഓടിക്കാനൊക്കെ അറിയാം. നോക്കിയേ, പോട്ടണ. ഇത് ഓഫ് റോഡാണ്. പതിയെ പോയാ ചേട്ടാ. പതിയെ പോകുന്ന അടി ഇടിക്കാതെ പതിയെ. എന്റെ വണ്ടിക്ക് അടി ഇടിച്ചാലും കുഴപ്പമില്ല, മനസ്സിലായ? എന്റെ അടിയൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചേക്കുക. അറിയാം, പക്ഷെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആ വണ്ടിക്കാട്ടോ, കുറച്ചുകൂടെ സസ്പെൻഷൻ ഒക്കെ ആക്ഷൻ ഉള്ളത് ആ വണ്ടിക്കാ നമ്മളതിനെ കാട്ടും. കല്ലട എത്തിയാ? അമ്മേ, അങ്ങോട്ട് തന്നെ പൊക്കോ. ആ, അടിപൊളി. അത് കുറച്ച് കൊടുത്തെടുത്തോ കാല്. അണ്ണന്റെ 4 വീലാണോ? കണ്ടത്ത് കയറിപ്പോയി. ആ വഴി പൊക്കോ, ഇങ്ങോട്ട് വരണ്ടേ? നമ്മളെ വണ്ടി കണ്ടാ? നമ്മളെ വണ്ടി എന്ത് സ്മൂത്ത് ആയിട്ട് കയറണേന്നുണ്ടാ? അതാണ് ഓടിക്കാൻ അറിയാന്നുള്ള ആൾക്കാര് വണ്ടി കിട്ടിയുള്ള ഗുണം കണ്ടാ. നമ്മുടെ വണ്ടി കാല് കൊടുത്തു കഴിഞ്ഞാൽ പറക്കും. അതുകൊണ്ട് ഞാൻ ഒരു മയത്തിന് 4 വീലൊക്കെ ഓണാക്കി പതിയെ വരുന്നു. എവിടെ ചേട്ടാ? എവിടെ കാണാനില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ടാ? അങ്ങെത്തിയാ? ഓ, അപ്പൊ ഈ സൈഡിലുള്ള മതിലൊക്കെ പൊളിച്ച ചേട്ടനാണല്ലേ? താനെ പൊളിച്ച് വീണായിരിക്കും. എനിക്ക് അതിൽ പങ്കില്ല. നമ്മുടെ വണ്ടി അതുവഴി പോയപ്പോ എന്തൊക്കെയോ പൊളിഞ്ഞു. അമ്മേ, ഇടിച്ച്. അത് പേടിക്കണ്ട, ഞാൻ എത്തിക്കോളും. ആ പൊക്കോ, ആ റെഡ് റിബൺ ഇല്ലേ, ആ സംഭവം കാണുന്ന സ്ഥലത്തെല്ലാം കയറി വലിഞ്ഞു കയറി പൊക്കോ. ഓളിയോ എന്തൊക്കെയാ പൊട്ടണ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടാ എന്റെ വണ്ടിക്കകത്തിന്ന്. കേറിപ്പോ, നോക്കണ്ട, മൈൻഡ് ആകട്ടാ. ഇതിനൊരു അന്ത്യം ഇല്ലേടേ. അണ്ണൻ എല്ലാം പൊളിച്ചെടുത്തോണ്ടാട്ടാ പോണേ. ഓ, അപ്പൊ എനിക്ക് തോന്നിയതാവും. ദാണ്ട കണ്ടത്ത് കയറി. അത് റോഡായിരുന്നില്ലേ? ഒരു മരം ഞാൻ ഇടിച്ച് പുഴുതായിരുന്നു കേട്ടോ, അതിലെനിക്ക് പങ്കുണ്ട്. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മളെ വണ്ടി ഇങ്ങനെ ഓരോരോ ഇടയ്ക്കിടയ്ക്ക് ഇവന്മാരെന്തിനാ പാസിങ് വെള്ളത്തിന്റെ ഇടയിൽ കൊണ്ട് വെച്ചേക്കണേ?
അയ്യോ. ഓ കേറി. ഇടയ്ക്കിടയ്ക്ക് കല്ല. അതാ നമ്മളെവിടെ മരം വെട്ടാനാണോ വിളിച്ചോണ്ട് വന്നേ? എനിക്ക് അറിഞ്ഞൂടാ. പഞ്ചായത്തിലെ മെമ്പറിനെ കണ്ടിരുന്നെങ്കിൽ ഇവിടെ ഈ പഞ്ചായത്തിലെ മൊത്തം മരമൊക്കെ മുറിച്ചു കേട്ടാ. ദാഹിക്കുന്നു. വാഴയിലേക്ക് വെറുതെ വിടുന്നുണ്ട്. മാറ്റിക്കോ മാറ്റിക്കോ. അത് പിറകിലൊരു വാഴ വരുന്നുണ്ടല്ലോ. അല്ലല്ല അണ്ണൻ വാഴേനെ മുറിക്കാത്തതിന്റെ കാര്യം എനിക്ക് മനസ്സിലായി. സ്വന്തം വർഗത്തിൽ തിരിച്ചറിയാൻ പറ്റും മനുഷ്യർക്ക്. മനസ്സിലായ ഇനി എന്നാ വാഴ കറകിലോട്ട് നോക്കി കഴിഞ്ഞാൽ പണി പോലെ. ഫ്രണ്ടിലോട്ട് നോക്കി ഒറ്റ പൊക്ക്. ഞാൻ ചവിട്ടി പറമ്പിക്കോട്ടോ. ഞാൻ ഗിയർ പോലും ചെയ്യുന്നില്ല. ഞാനിവിടെ ഒറ്റ കയ്യിലാ ഡ്രൈവ് ചെയ്യുന്നത്. അതറിയോ? ആ മറിഞ്ഞ്. അങ്ങനെ തന്നെ വേണം. മറിഞ്ഞില്ലേ? അങ്ങനെയൊന്നും മറിയൂല. അങ്ങനെയൊക്കെ മറിയണമെങ്കിൽ ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. വൺ ഉണ്ടല്ല, നമ്മള് പതിയെ ഇറക്കത്തുള്ളൂ. വെള്ളച്ചാട്ടം അല്ലായിരുന്നു അത്. എന്റെ വണ്ടി എങ്ങനെ പോയാലും ഒരു പ്രശ്നമില്ലെന്ന് അതൊന്നും അറിഞ്ഞൂടെ. ഫുൾ സസ്പെൻഷനൊക്കെ തൂക്കി വെച്ചേക്കുവാ. വെള്ളത്തിന്റെ അകത്ത് വെച്ചും എക്സോസ്റ്റ് നോട്ടിന് ഒരു മാറ്റം ഇല്ലാണ്ടാ. കേക്കാൻ പോലും വയ്യ. അയ്യോ അണ്ണൻ എന്ത് പറ്റി? നീ പോ ഫ്രണ്ടിൽ കയറി പോ. ഫ്രണ്ടിൽ ഒരു കല്ല്. ആ കേറിക്കോ. ആ പൊക്ക. ഞാനല്ല, സ്വന്തമായിട്ട് പൊളിച്ചിട്ട് എന്നെ പറയുന്നത്. അയ്യോ തലയൊക്കെ കറങ്ങുന്നതാ ഈ കൊടുക്കുന്ന തോന്നി. അമ്മേ എന്റെ വണ്ടിയുടെ അടിയൊക്കെ ഇടിക്കുന്നുണ്ട് കേട്ടോ. വണ്ടിയായ ഇടിക്കുന്ന അടി. പിന്നെ 2 കിലോമീറ്റർ. നിങ്ങൾ അങ്ങ് എത്തിയാ? അറിയാലോ ആരാണ് ഡ്രൈവർ എന്നറിയാലോ. അറിയാം. അമ്മേ ലെറ്റ്സ് ഗോ. പോട്ടെ. ഞാനും ഇപ്പൊ എത്തും കേട്ടാ. നീ പേടിക്കണ്ട, നീ ശരിയാക്കി തരാം. എല്ലാം നീ ശരിയാക്കി തരാം. മാറ്റിക്കോ. പിന്നല്ല കേറി. മാറ്റിക്കോ. റോഡ് ഒരു രക്ഷയില്ലാത്ത റോഡിലാണ് നമ്മൾ ഓഫ് റോഡ് ചെയ്തത്. എന്റെ AK-47 പൊട്ടുന്നല്ലേ പൊട്ടുന്നേ. ബോംബായിരിക്കും. അയ്യോ പറകെ വരുന്ന വണ്ടിയുടെ ശ്രദ്ധയ്ക്ക്. ഞാൻ ചവിട്ടിയാണ് പറഞ്ഞത്. പേടിക്കണ്ട, ഞാൻ ഇടിക്കുന്ന പേടിക്കണ്ട. എവിടെയാണോ കേറി പോണേ? ഓ കേറി. ആ അതുവഴി തന്നെ. പോട്ടെ. കറക്റ്റാ. നേരെ പോകുന്ന നമ്മളെ ഇവിടെ വഴി എത്തിക്കാൻ വേണ്ടി ഓരോരുത്തന്മാർ ഇറങ്ങിക്കോളും. നമ്മള് പതിയെ വരത്തുള്ളൂ. അണ്ണാ ഇടിക്കത്തില്ല, പേടിക്കണം. നമ്മൾ എത്ര സ്പീഡ് ചെയ്താലും ഇടിക്കത്തില്ല. അതായിരിക്കും ആരോഗ്യത്തിന് നല്ലത്. നമ്മള് വഴി വെട്ടി കിട്ടുന്ന വഴി കൂടെ അവൻ വരുന്നത്. അടിപൊളി. ഇപ്പോഴാണ് തീരം. വെട്ടിത്തെളിച്ചിട്ട് പോണോ മരമല്ല എന്റെ മണ്ടേ കൂടെ വീഴുന്നേ. അതിലെനിക്ക് പങ്കില്ല. അത് തമ്മിൽ യാതൊരു ബന്ധമില്ല. എന്ത് വെള്ളം വന്നത്? ഞാൻ കുറച്ച് ചവിട്ടി എടുക്കാട്ടോ ഇവിടെയൊക്കെ. പ്രശ്നമാണ് ഗൈസ്. ഈ വണ്ടിയുടെ RC നിങ്ങൾ കണ്ടോണ്ടാ? ഞാൻ ഈ ഇടയ്ക്ക് കുറച്ച് ട്രെൻഡിങ് ആയിരുന്നല്ലോ. എന്റെ ഈ സെയിം ഇതിന്റെ RC ഇറങ്ങിയിട്ടുണ്ട്. RC കാർ. അത് സെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ അതൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ അല്ല പിന്നെ എവിടെ എത്തി? നടക്കും. ഞാൻ ഞാനിവിടെ പൊട്ടിച്ച് കളിക്കുക. നീ എന്തോ പൊട്ടിക്കുന്നു? വണ്ടിയല്ല, എക്സോസ്റ്റ് നോട്ട് കേൾക്കുന്നില്ല എന്റെ. വണ്ടി. ഓ വീണ്ടും കാട് കേട്ടാ. ഈ സ്ഥലം ഞാൻ കേറിയിട്ടില്ല. കണ്ടൽ കാടാണ് കേട്ടാ. കണ്ടൽ കാടല്ല. ഓ മരം. എടാ അണ്ണ എന്റെ വണ്ടി കേറുന്നില്ല. കറയും കളിക്കുമെന്ന് വലിക്കുന്നില്ല എല്ലാ സാധനം. കുറച്ച് മുന്നേ എന്തോ പറഞ്ഞായിരുന്നു. എന്റെ വണ്ടി വലിക്കും. ഞാൻ വെറുതെ കണ്ടാ കേറുന്നുണ്ടാ. ഇനി അങ്ങോട്ട് ഫോറസ്റ്റ് ആണ്. വളരെയധികം കണ്ട് പോയിട്ടില്ലെങ്കിൽ ആനയും
ഈ വഴി വെട്ടിയവന് കുറച്ച് വീതിക്ക് വഴി വെട്ടിയവരായിരുന്നു ദൈവമേ. അയ്യോ ചത്തടാ. എന്തെറ്റി കണ്ടൂടെ? ഹെൽപ്പ് വേണോ? ചെറിയൊരു ഹെൽപ്പ് തന്നെ കൊള്ളാം. കുറച്ചും കൂടി മതിയോ? അതിനെന്തിനാ ഇത്രയും പൊളിച്ചെടുത്തോണ്ട് പോണേ? ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ വണ്ടി കല്ലിന്റെ ഓ ഞാൻ കേറി നമുക്ക് ഒന്നും വിഷയല്ല അണ്ണാ. നമ്മളങ്ങനെ കാട്ടിന്റെ അകത്തേക്ക് കയറാൻ ആ പാറ ഇച്ചിരി പ്രശ്നമുള്ളതാണ്. അതെ പാറ കുറച്ച് സീനാണ്, വേറെ ഒന്നും പ്രശ്നമില്ല. ഈ പാറയുടെ ഇടയിൽ ടയർ കുടിയും കഴിഞ്ഞാൽ പിന്നെ കവറത്തില്ല കൈ മണ്ണ് പിന്നെയും കയറും. ഈ സൈഡിൽ പോയ തട്ടണോ പയ്യ തട്ടണോ? ബാക്കിൽ ഞാനുണ്ട എന്റെ വണ്ടി ഇടിച്ച് പൊളിക്കുന്നത് കണ്ട. ഇത്രേ ഉള്ളൂ നമ്മുടെ. പിന്നെ നിന്റെ നമ്മളിങ്ങനെ ചവിട്ടിയിട്ട് പോകുന്നത് കാണുമ്പോൾ നിനക്ക് ഇത്രേ ഉള്ളൂ നമ്മളെ ബുദ്ധി. ഞാൻ അതിന്റെ അഭിനയിക്കുന്നത് കേട്ടോ. ആണോ? മനസ്സിലായി. വീണ്ടും വെള്ളം അടി സാക്കേ. എനിക്കത് വിഷമാവും. ആ വണ്ടി എടുത്ത് വെള്ളയിലെറിയാട്ടോ, അത് ഒരിടവും കേറുന്നില്ല. അതാ ഇടിക്കല്ലേ എന്ത് പറഞ്ഞാലും ഇടിയാ. അത്രേ ഉള്ളൂ. എന്ത് സുഖമാണ് കിട്ടണേ ഇതിന്ന്. ഞാൻ നിക്ക് ഈ ചെറിയ പാറ തന്നെ ഞാൻ കേറുന്നില്ല. നിക്ക് വരുന്നു. വരുക. ഇതൊക്കെ എന്റെ വണ്ടി പുല്ല് പോലെ കേറും. ഞാൻ കാണിച്ചു തരാം. ഇനി നിങ്ങൾ കണ്ടത്, ഇനി നമ്മൾ ഒരുത്തനെയും സഹായിക്കാൻ പോവില്ല. ആവശ്യമില്ല, ഞാൻ കേറുന്ന കാണിച്ചു തരാം. ഓക്കെ. പാവപ്പെട്ട പയ്യൻ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. വായ ദൈവമേ, ഏതെങ്കിലും കല്ലില്ല നിങ്ങളെ പ്രാക്കൊന്നും ഏക്കൂല മനുഷ്യ, പേടിക്കണ്ട. മതിലൊക്കെ ഇടിച്ച് പൊളിക്കുന്നുണ്ടല്ലോ. ഇടിക്കില്ല, മനപ്പൂർവ്വം ഇടിക്കല്ലേ. ആര്? ഞാൻ മനപ്പൂർവ്വം ഇടിക്കുന്നില്ല. ഓക്കെ മര്യാദക്ക് വന്നോണം പിറകേന്ന്. അങ്ങനെയൊന്നും വരാൻ പറ്റൂല. വായ ഞാൻ കാര്യം പറഞ്ഞില്ല, എന്റെ വണ്ടിക്ക് ബ്രേക്കില്ല. അത് വേറെ. അതാ പറഞ്ഞ എന്നിടത്ത് വിളയെറിയാൻ. അതൊക്കെ എന്റെ വണ്ടി. ബ്രേക്ക് ഇല്ലേലും നമ്മളെ വണ്ടി ജില്ലെന്ന് പറഞ്ഞു വരും. എടുത്തോണ്ട് പോടാ അണ്ണ. ഇടിക്കല്ലേ കളിമാറും. ഇടിക്കല്ലേ. കയറ്റത്ത് കൊണ്ട് നിർത്തിയിട്ട് ചവിട്ടി വിട്ട് കയറി വരുമ്പോൾ ഇടിക്കലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മോനെ. അയ്യോ, ഇതിനൊരു അവസാനം ഇല്ലടാ. എപ്പോഴാണ് റോഡിൽ കയറുന്നത്? അവസാനിക്കണോ? ലെറ്റ്സ് ഗോ. വേണ്ട. ഇതാണ് ഞാൻ ഇങ്ങനെ കണ്ടോ? ഇപ്പം ആ വണ്ടി പെടും. അണ്ണ ഇതൊക്കെ ഇതൊക്കെ വെറും പുല്ല് പോലെ എന്റെ വണ്ടി കയറി പോകും. ഒരു 2 വളവിന് മുമ്പ് അവൻ പെടും, ഉറപ്പാണ്. ഇനി പെടത്തില്ല. പെട്ടു പറഞ്ഞു തീർന്നു. ഇതൊക്കെ പുല്ല് പോലെ കയറി വരും. അവന്റെ പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കേറി വാ. നമ്മളെ പെടുത്താൻ വേണ്ടി കൊണ്ട് നിർത്തിയേക്കുന്നുണ്ട്. കണ്ട, കേറി വാ മനുഷ്യ, കേറി വാ. വണ്ടി എടുത്ത് വിട്ടോ. പാറയാന്ന് കേട്ടാ നീ അങ്ങോട്ട്. ആ വണ്ടി ഇവിടെ പെടും കേട്ടാ മിക്കവാറും. നോക്കാം. ഒരു പെടലുമില്ല. എക്സ്പേർട്ട് ഡ്രൈവറാണ്. നമ്മളെ ഡ്രൈവിംഗ് സ്കിൽസ് നിങ്ങൾക്ക് അറിയാലോ. വണ്ടി ഓടിക്കും. എടുത്ത് മാറ്റ. അതെന്താ കുടുങ്ങാത്തെ? കൊണ്ടാണ് ജീവൻ പണയം വെച്ചാ കേറി വരുന്നത്. അപ്പൊ അവിടെ കൊണ്ട് കുത്തി ചവിട്ടി നിർത്തി. എന്നിട്ട് പറയും നമ്മൾ കൊണ്ടുപോയി. നമ്മള് റോഡെത്താറായിട്ടാ. എത്തിയോ? ഇല്ല എന്റെ ഹെഡ്ലൈറ്റ് പൊട്ടുള്ള സൗണ്ടല്ലേ കേട്ടെ. ഓക്കെ, നമ്മളെ ഓടിക്കുന്ന ഒരു കുഴപ്പമില്ല. റോഡെത്തി. അയ്യോ, റോഡെത്തിയില്ല. സസ്പെൻഷനും ഇതും ചെറുതായിട്ടൊന്ന് പൊട്ടിയെന്നേ ഉള്ളൂ. അണ്ണാ ഒട്ടും പേടിക്കണം. ഞാൻ ഡ്രിഫ്റ്റ് ചെയ്ത് വരല്ലേ. പൊക്കോ. എന്റെ പിറകെ ടയറല്ലേ പൊട്ടിയത്? അല്ല തോന്നിയതായിരിക്കും. ടയർ പൊട്ടിയ സൗണ്ട് പോലെ കേട്ടില്ല. ടയറിലിരിക്കുന്ന ചെളി നോക്ക്. അയ്യോ, നോക്കി ഇറങ്ങി വരണം. കുഴിയാണോ? കുഴിയാണ്. നല്ല കുഴിയാണോ? എടാ ഇതൊന്നും കാണാൻ പറ്റില്ലല്ലോ താഴത്തെ. Let's go. Come on. ഗൈസ്, നമ്മൾ വന്ന റോഡിലുള്ള ചെളി എത്ര എന്റെ വണ്ടിയിലുണ്ട് കേട്ടാ. അമ്മാതിരി ചെളിയുടെ. അമ്മാതിരി പോക്കൊക്കെ അതിനെ കൊണ്ട് പോകാൻ പറ്റും. അയ്യോ, കുടിയോ. ആ പാറപ്പ ചാടണോ? ഇത് ഇടയിൽ ആരും ഓലയൊക്കെ കൊണ്ടിട്ട് അണ്ണനാണോ?
Let's go. ഒന്നുമില്ല ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു മയത്തിലൊക്കെ വരാൻ ജീവന് കൊതി. ഏതാ ബ്രേക്കിങ്? പതിയെ ചവിട്ടിയൊക്കെ വരാം. എന്റെ ദൈവം, ഇതിന്റെ മണ്ടകൾ എങ്ങനെയാ വണ്ടി ഓടിക്കുന്നത്? ഞാൻ ഇതിന്റെ മണ്ടയിൽ ആദ്യം എങ്ങനെ കയറ്റും നോക്കട്ടെ. ഇനി കുടുങ്ങി ഞാൻ കേറത്തില്ല. ഓളി ആ പാറയുടെ ഇടയിൽ കേറി വണ്ടി. നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി. ഓ ഇതെന്തിനാണ് ഈ വണ്ടിക്ക് ഇത്രയും വലിയ ഡിക്കി? നമ്മൾ തവിട് പൊടിയാവുകയും ആ പോട്ടെ ടയർ പിടിക്കുന്നില്ല ഗൈസ്. അണ്ണാ ഇവിടെ ഞാൻ കേറത്തില്ല ഉറപ്പാന്ന്. കാരണം എന്റെ വണ്ടിയുടെ ടയർ കണ്ടാ, ഇത് കേറത്തില്ല. ഞാൻ നോക്കട്ടെ ഗൈസ്. ഇത് നമ്മുടെ വണ്ടി ഇടയിൽ കൂടെ കേറണം കേട്ടാ. കറക്റ്റ് കേറുമെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് നോക്കാം. കേറിടേ. ഓക്കെ പോവാം. ഇടിക്കല്ലേ എന്നെ ഇടിക്കല്ലേ. ഒരു ഒന്ന് അങ്ങോട്ടോ കേറ്. അയ്യ ഇതെന്ത് നമ്മളെ വണ്ടി സ്മൂത്ത് ആയിട്ട് കേറി. പോട്ടെ ഇതൊക്കെ സിമ്പിൾ ഗൈസ്. ഓക്കെ അങ്ങനെ ഏതാണ്ട് എത്താറായി കേട്ടാ. ഏതാണ്ട് നമ്മള് ചവിട്ടി പിടിച്ച് പൊക്കോണ്ടിരിക്കണം. ഏത് വണ്ടിയാണ് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടാ. ഇത്രയും അതൊക്കെ അത്രേ ഉള്ളൂ. ഞാൻ എന്തായാലും പറയുന്നില്ല. ഏറ്റവും കൂടുതൽ കുടുങ്ങിയ വണ്ടി ഏതെന്ന് നോക്കുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടാ. ഞാനത് ചോദിക്കില്ല. ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ ഫേവറേറ്റ് ഓഫ് റോഡ് വണ്ടി ഏതാന്ന് വെച്ചാൽ കമന്റ് ബോക്സ്. എന്നാ സൂക്ഷിക്കണം. പാറയാണ്, മൊത്തം പാറയാണ് ഗായ്സ്. പാറയുടെ മണ്ടയിൽ കുടുങ്ങിക്കഴിഞ്ഞ് കയ്യാലപ്പുറത്ത് തേങ്ങയുടെ അവസ്ഥയാവും. ഇനി വെറും 9% മാത്രമേ ഉള്ളൂ ഗൈസ്. ഓ അണ്ണ എവിടെ പോകുന്നേ വിട്ട്? എന്റെ ടയർ പഞ്ചറായെന്ന് തോന്നുന്നുണ്ട് കേട്ടാ. ഏതൊരു ടയറിൽ നിന്ന് കാറ്റ് പോകുന്നുണ്ട്. സൗണ്ട് കേട്ട് ഞാനിപ്പോ. അതല്ലേ നേരത്തെ നിന്റെ ഞാൻ പറഞ്ഞു ഏതോ ടയർ പൊട്ടിക്കുന്നു. സ്റ്റെപ്പിന് ഇരിപ്പുണ്ട്. രണ്ട് സ്റ്റെപ്പിനാ ബാക്കി ഇരിക്കുന്നത്. തോന്നിയതാണ് നീ പറഞ്ഞു. കേറിപ്പോ. കാശിയണ്ണ വണ്ടി റെഡിയാക്കി വെച്ചോ. റിക്കവറി വെച്ചോ. ദാ വരുന്നു. അണ്ണ എവിടെ എത്തി? ഞാൻ തൊട്ട് ഫ്രണ്ടിൽ ഫിനിഷിംഗ് പോയിന്റിന്റെ തൊട്ട് മുമ്പിൽ നിൽപ്പുണ്ട്. ഫിനിഷിംഗ് പോയിന്റ് കേറല്ലേ. ഞാൻ വന്നിട്ട് കേറിയാ മതി. ഫിനിഷിംഗ് പോയിന്റ് കേറല്ലേ. കുറച്ചുകൂടി ഒന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കാമോ? കേറിക്കോ. ഫിനിഷിംഗ് പോയിന്റ് കേറിക്കോ. അപേക്ഷിക്കുവാണെങ്കിൽ ഞാൻ വണ്ടി നിർത്താം. ഓ ഇടിച്ച് ഒന്ന് അപേക്ഷിക്കും. പറ്റത്തില്ല. താഴത്തില്ല അണ്ണാ. നമ്മൾ ഫിനിഷ് ചെയ്യാൻ പോകുന്നു. ഞാൻ പുഷ്പ കളിക്കായിരുന്നു വിന്നർ. അണ്ണ വിന്നർ ആരാ നോക്കേ? അണ്ണ പെണ്ണായിരുന്നു അണ്ണ ഇത്ര നേരം.